ിൽ ഒരുപാട് പേര് കാത്തിരുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ആ സിനിമയാണ്. മച്ചാമാരെ നല്ല അടിപൊളി വിഷ്വലും നല്ല അടിപൊളി കഥയാണ്. കഥയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ എല്ലാത്തരം സുഖ സൗകര്യങ്ങളും ഉണ്ട്, ഒന്നിനും ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമത്തിലേക്ക് എവിടുന്നാന്നറിയില്ല ഒരുപാടധികം ഡ്രാഗൺസ് വരികയാണ്. എന്നാൽ ഈ ഡ്രാഗൺസ് എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്, എവിടുന്നാ ഈ വരുന്നത്, ഒന്നും ഈ നാട്ടുകാർക്ക് അറിയില്ല. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരും സാധാരണക്കാരും ഒന്നുമല്ല, വൈക്കിങ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര യുദ്ധധീരന്മാരാണ്. അവരുടെ നാട്ടിലേക്ക് ഈ ഡ്രാഗൺസ് വരുന്നത്. ഡ്രാഗൺസ് വന്നാൽ തന്നെ അതിനെതിരെ ശക്തമായിട്ട് ഇവർ പോരാടും. എന്നാൽ അവിടുത്തെ രാജാവിന്റെ മകൻ ഒരു സാധാരണ പയ്യനാണ്. അവൻ ഇതുപോലെ വെട്ടാനും കുത്താനും ഒന്നും അറിയില്ല കേട്ടോ. എന്നാൽ ഈ പ്രശ്നത്തിന് മുഴുവൻ ഒരു പരിഹാരം കണ്ടെത്തുന്നത് അവനാണ്. എന്തായിരിക്കും അവൻ ചെയ്തത്, എങ്ങനെയാണ് ആ ഗ്രാമത്തെ അവൻ രക്ഷിക്കാൻ പോകുന്നത്, കണ്ടാൽ തന്നെ പേടിയാകുന്ന ആ ഒരു ഡ്രാഗണെ അവൻ എങ്ങനെയാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ മാറ്റിയത്? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നേരെ കഥ കേട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമ ആരംഭിക്കുന്നതന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹിക്കപ്പിന്റെ ശബ്ദത്തിലൂടെയാണ്. ഞാനും എന്റെ കൂടെയുള്ളവരെല്ലാവരും താമസിക്കുന്നത് കടലിന് നടുവിലെ ഒരു ദ്വീപിലാണ്. വളരെ മനോഹരമാണ് ഈ ഒരു ദ്വീപ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഉണ്ട്, ഭക്ഷണം, ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും. പക്ഷേ എല്ലാ നാട്ടിലും ഉള്ളതുപോലെ ചില പ്രശ്നങ്ങൾ എന്റെ നാട്ടിലും ഉണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ പൂച്ചശല്യം, പട്ടിശല്യം അങ്ങനെ ഓരോന്നും ഉണ്ടാവില്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഡ്രാഗൺസിന്റെ ശല്യമാണ്. ഇതിന്റെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പുല്ലുകൊണ്ടുണ്ടാക്കിയ ആടിനെയാണ്. ആ ആടിനെ ഇപ്പൊ ഒരു ഡ്രാഗൺ വന്ന് റാഞ്ചി എടുത്തുകൊണ്ടുപോവാണ്. ഈ പുല്ലുകൊണ്ടുണ്ടാക്കിയ ആടുണ്ടല്ലോ, ഇതിന്റെ ഒരു ഭാഗത്തൊരു കയറുണ്ടായിരുന്നു. ആ കയറിന്റെ മറ്റേ ഭാഗം ഒരു മണിയിലാണ്. അപ്പൊ ഡ്രാഗൺ വന്ന് ഈ ആടിനെ കൊണ്ടുപോകുമ്പോൾ ആ മണി കിടന്ന് മുഴങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ഡ്രാഗൺസിനെ അവർ പ്രതിരോധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നായകനായിട്ടുള്ള ഹിക്കപ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ പുറത്തേക്ക് വന്ന പാട് തന്നെ അവന് നേരെ ഒരു ഡ്രാഗൺ തീ തുപ്പുന്നുണ്ട്. ജസ്റ്റ് മിസ് എന്ന് പറയാം. ഒരു റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ കഥ കിടക്കുകയാണ്. പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ഗ്രാമത്തിലുള്ള ഓരോ ആൾക്കാരും ഇത്രയും വരുന്ന ഈ ഡ്രാഗൺസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഹിക്കപ്പിനെ ഒരാൾ വന്ന് പിടിക്കുന്നുണ്ട്. ആജാനുബോഹമായിട്ടുള്ള ഒരു മനുഷ്യൻ. അത് മറ്റാരുമല്ല, ഈ ഒരു കൂട്ടത്തിന്റെ രാജാവ് തന്നെയാണ്. അതായത് ഹിക്കപ്പിന്റെ അച്ഛനാണത്. പേര് സ്റ്റോയിക്ക്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് രാജാവ് തന്നെ വിളിക്കാം. അപ്പൊ രാജാവ്, അതായത് ഹിക്കപ്പിന്റെ അച്ഛൻ അവനോട് പറയാണ്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന്, വേഗം ഇവിടുന്ന് പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. ഈ നേരത്തെ ഹിക്കപ്പ് നമ്മളോടായിട്ട് ഒരു കാര്യം പറയാണ്. അതായത് അവന്റെ അച്ഛന്റെ ചെറിയ പ്രായത്തിൽ, അതായത് 12ാമത്തെ വയസ്സിൽ ഏതോ ഒരു ഡ്രാഗന്റെ തല വെട്ടിയെടുത്തു എന്നൊക്കെയാ പറയുന്ന. അത്രയും വലിയ ധീരനാണ് അവന്റെ അച്ഛൻ. പക്ഷെ അച്ഛന്റെ ആ ഒരു ധീരതയൊന്നും എനിക്കില്ല തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അച്ഛൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അച്ഛൻ ഇങ്ങനെ കൊണ്ടുവരുത്തും. എന്തായാലും ഇതിനുശേഷം ഹിക്കപ്പ് നേരെ പോകുന്നത് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഗൂബറിന്റെ അടുത്തേക്കാണ്. അയാളുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് കുറച്ചു കാലമായിട്ട് നമ്മുടെ ഹിക്കപ്പ് ജോലി ചെയ്യുന്നത്. ഇതിനിടയിൽ അവന്റേതായ ചില ആയുധങ്ങളൊക്കെ അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ താഴെ വെച്ച് ഈ വരുന്ന ആൾക്കാർക്ക് വേഗം ആയുധം കൊടുക്കാൻ വേണ്ടി പറയാണ്. മാത്രമല്ല ഹിക്കപ്പിന്റെ പ്രായമുള്ള പിള്ളേർക്ക് ഈ നാട്ടില് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ ട്രെയിനിങ് കൊടുക്കും. ഈ ഡ്രാഗൺസ് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാന്ന്. ഇപ്പൊ ഡ്രാഗൺസ് വന്ന് ഒരുപാട് തീ തുപ്പി പല ഭാഗത്തായിട്ട് തീ പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കെടുത്താൻ വേണ്ടി ആ ഒരു പിള്ളേര് വരികയാണ്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, ആസ്ട്രിഡ്. അവളാണ് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും മിടുക്കി എന്ന് പറയാൻ കേട്ടോ. ഇപ്പൊ തന്നെ അവളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ഏരിയയിലെ തീ തന്നെ അവൾ കെടുത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വായും പൊളച്ച് നിൽക്കുകയാണ് നമ്മുടെ ഹിക്കപ്പ്. ഈ സമയത്ത് അവനെ നോക്കിക്കൊണ്ട് ആസ്ട്രിഡും അവരുടെ കൂട്ടത്തിലുള്ള വേറെ പയ്യന്മാരും അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ പയ്യന്മാരും നമ്മുടെ ഹിക്കപ്പിനെ നോക്കി കളിയാക്കുകയാണ്. അതായത് ഹിക്കപ്പ് ആകെ ചെയ്യുന്നത് ആയുധം എടുത്തു കൊടുക്കുക മാത്രമാണല്ലോ. ഇത് കണ്ട സമയത്ത് ഹിക്കപ്പ് അവന്റെ ആശാനുണ്ടല്ലോ ഗോബറിനോട് പറയണ, ഞാൻ ഇനി എന്റെ ആയുധം എടുത്തോട്ടെ, എനിക്കും ഇവരെ പോലെ പോരാടണം എന്ന് പറയണം. എന്നാൽ ഗോബർ പറയുന്നത്, നീ വെറുതെ ആ ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതൊന്നും ഇപ്പം നടക്കില്ല. ആ പിള്ളേരെല്ലാം ഇപ്പൊ വൈക്കിങ്സുകളാണ്, അതുപോലെ ആയുധം പിടിക്കാൻ പഠിച്ചവരാണ്. നീ ആദ്യം ആയുധം പിടിക്കാൻ പഠിക്കുക, എന്നിട്ട് മതി ഡ്രാഗൺസിനോട് പോരാടാൻ പോകുന്ന പരിപാടി. ഇതിനിടയിൽ നമ്മുടെ ഹിക്കപ്പ് അവനുണ്ടാക്കിയ ആ ഒരു വെപ്പൺ കാണിച്ചു കൊടുക്കുകയാണ്. ആശാനെ ഇത് കണ്ടു, ഇത് ഉപയോഗിച്ച് നമുക്ക് ഡ്രാഗണെ വേഗം പിടിക്കാം. എന്നാൽ അത് കണ്ട സമയത്ത് ഗോബറിന് ചിരിയാ വരുന്നത്. ഇതെന്താ കളിപ്പാട്ടാണോ, നീ പതൊക്കെ താഴെ വെച്ച് വരുന്നവർക്ക് മര്യാദക്കൊന്ന് ആയുധം എടുത്തു കൊടുത്തേ, പറഞ്ഞ ജോലി ചെയ്യുന്നു. ഇതിനിടയിൽ ഈ ഡ്രാഗൺസ് ഇവറ്റകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഗ്രാമത്തിൽ ഇവർ കൃഷി ചെയ്യുന്ന ആടുമാടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ പിടിച്ചുകൊണ്ടുപോകാനാണ്. അപ്പൊ അവറ്റകളെ പൂട്ടിയിട്ട് ആ ഒരു ഫാം കൂട്ടത്തിൽ ഒരു ഡ്രാഗൺ കാണുകയാണ്. ബാക്കിയുള്ള എല്ലാത്തിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഈ ആടുകളെ എടുത്തു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ രാജാവ് വരികയാണ്. അതായത് ഹിക്കപ്പിന്റെ അച്ഛൻ. ആളൊരു ഭയങ്കര ഭീമാകാരനായിട്ടുള്ള വൈക്കിംഗ് ആണ്. കയ്യിലുള്ള ആയുധം വെച്ച് ആ ഒരു ഡ്രാഗണെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആകാശത്ത് നിന്നും ഒരു പിങ്ക് നിറത്തിലുള്ള വെളിച്ചം കാണുന്നുണ്ട്. അപ്പൊ അത് കണ്ട പാട് തന്നെ ഹിക്കപ്പിന്റെ അച്ഛൻ, അതായത് രാജാവ് പറയാണ്, അത് നൈറ്റ് ഫ്യൂരിയാണ്, അതിനെ എത്രയും പെട്ടെന്ന് പിടിക്കണം. അതായത് കൂട്ടത്തിലെ കുറച്ച് ഭീകരനാണ് ആ വരുന്നവന് കേട്ടോ. അവൻ വന്ന പാട് തന്നെ അറ്റാക്ക് ചെയ്യുന്നത് രാജാവിനെയാണ്. സോ ഇത് കണ്ട സമയത്ത് ഗൂബർ ഇപ്പോ ഹിക്കപ്പിനോട് പറയണേ, ഞാൻ നിന്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി പോവാണ്, അതുപോലെ തന്നെ നീ ഇവിടെ തന്നെ വേണം, വരുന്നവർക്ക് എന്തായാലും ആയുധം എടുത്തു കൊടുക്കാൻ ഒരാൾ ഇവിടെ വേണം. ഇതും പറഞ്ഞ് ഗൂബർ അവിടുന്ന് പോവാണ്. ഗൂബർ പോയ തക്കം നോക്കി നമ്മുടെ ഹിക്കപ്പ് എന്താക്കി, അവനുണ്ടാക്കിയ ആ ഒരു വെപ്പൺ ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു, നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് ഇപ്പൊ വന്ന ആ ഒരു വലിയ ഡ്രാഗൺ ഉണ്ടല്ലോ, നൈറ്റ് ഫ്യൂരി, അതിനെ നോക്കി ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അവന്റെ ആ
ഒരു വെപ്പണിൽ നിന്ന് വന്ന ആ ഒരു വല പോലെയുള്ള ആയുധം പോയിട്ട് അതിന്റെ ദേഹത്ത് തട്ടി കാടിന്റെ ഏതോ ഒരു ഭാഗത്ത് ചെന്ന് അത് വീഴുന്നുണ്ട്. അവനിപ്പോ ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നാൽ ആ സന്തോഷം പോകുന്ന രീതിയിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഭീകരനായിട്ടുള്ള ഡ്രാഗൺ അവന് നേരെ വരികയാണ്, അവൻ ആക്രമിക്കാനായിട്ട്. തൊട്ടടുത്തൊരു ഡ്രാഗൺ എത്തിക്കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല, അവൻ അവിടെ നിന്ന് ഓടുകയാണ്. ഇപ്പൊ അവന് നേരെ ഈ ഡ്രാഗൺ തീ തുപ്പുന്നുണ്ട്. അവൻ വേഗം പോയിട്ട് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിക്കുകയാണ്. പേടിച്ചു പോയി നമ്മുടെ ഹിക്കപ്പാണെങ്കിൽ ഉറക്കനെ നിലവിളിക്കുകയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് രാജാവ് ഓടി വരികയാണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഈ ഒരു ഡ്രാഗന്റെ മുഖത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ആള് ഭയങ്കര വീരനാണ്. ഇതിനിടയിൽ നേരത്തെ നമ്മുടെ ഹിക്ക് പൊളിച്ചിരുന്ന ആ ഒരു മരത്തിന് നേരെ ഈ ഒരു ഡ്രാഗൺ തീ വിട്ടില്ലേ, ആ മരത്തിന്റെ അടിഭാഗം കത്തിക്കരിഞ്ഞ് ഇത് പൊട്ടി താഴേക്ക് വീഴാണ്. നേരെ ചെന്ന് വീണത് അവിടെ ഉണ്ടായിരുന്ന ഫാമിലേക്കായിരുന്നു. ഇത് കണ്ട സമയത്ത് ഡ്രാഗൺസ് മുഴുവനായിട്ടും അങ്ങോട്ടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ആടുമാടുകളെല്ലാം റാഞ്ചി എടുത്തുകൊണ്ട് പോവാണ്. ഇത്രയും നേരം അപ്പൊ ഇവര് കഷ്ടപ്പെട്ടത് വെറുതെയായി. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കാരണം ഇതിന്റെ കാരണക്കാരൻ ഹിക്കപ്പല്ലേ. ഒരാവശ്യമില്ലാതെ അവൻ എന്തിനാ ഇവിടെ വന്ന് ഈ പരിപാടി ചെയ്തത്. എന്നാൽ നമ്മുടെ ഹിക്കപ്പ് പറയാണ്, അച്ഛാ ഇപ്പൊ വന്ന ആ ഒരു വലിയ ഡ്രാഗൺ ഉണ്ടല്ലോ അതിന് ഞാൻ പിടിച്ചു. ഇത് കേട്ട സമയത്ത് രാജാവിന് ദേഷ്യം വരികയാണ്. നീ പിടിച്ചെന്നോ? എന്തിനാ നീ വെറുതെ നുണ പറയുന്നത്? അതിനെ മര്യാദക്ക് ഇന്നേ വരെ ഒരാൾ കണ്ടിട്ട് പോലുമില്ല. ആ ഡ്രാഗണെയാണോ നീ പിടിച്ചെന്ന് പറയുന്നത്? നീ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ നിൽക്കണ്ട, മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോ, വീട്ടിൽ കയറി ഇരുന്നോന്ന് പറയാണ്. ഇതേ സമയത്തിന് ഹിക്കപ്പ് പറയുന്നുണ്ട്, അച്ഛൻ എനിക്കും നിങ്ങളെപ്പോലെ ആവണം, എനിക്ക് ഒരു പോരാളി ആവണം. എന്നാൽ ഹിക്കപ്പിന്റെ അച്ഛൻ പറയാണ്, നിനക്ക് അതിനുള്ള കഴിവോ ആരോഗ്യം ഇല്ല, തൽക്കാലം ഗൂബറെ നീ ഇവനെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഗൂബറിന്റെ കൂടെ ഹിക്കപ്പിനെ അയക്കാണ്. ആ നേരത്ത് അവന്റെ കൂടെ തന്നെയുള്ള ആ ഒരു പിള്ളേരുണ്ടല്ലോ, ആസ്ട്രിഡും ബാക്കിയുള്ള ആ ഒരു ആൺപിള്ളേരൊക്കെ, ഇവരെല്ലാം നമ്മുടെ ഹിക്കപ്പിനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. അവന് ഭയങ്കര വിഷമമായി കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗൂബർ ഇപ്പോ ഹിക്കപ്പിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് പറ്റിയത്, മുഖക്ക് എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഈ സമയത്ത് ഹിക്കപ്പ് പറയാണ്, ആരും എനിക്കൊരു വില തരുന്നില്ല, എന്നെ വെറും ഒരു കോമാളി പീസായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഈ നേരം ഗൂബർ പറയും, അതിപ്പോ എന്തിനാ അങ്ങനെ കാണുന്നത്? നീ കാണിച്ചു കൊടുക്ക്, നീ ആരാണെന്ന് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്ക്. നീ ഇപ്പൊ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ കയറി ഇരിക്കുന്നു പറഞ്ഞിട്ട് അവനെ വീട്ടിലാക്കിയിട്ട് ഗൂബർ പോവാണ്. എന്നാൽ ഗൂബർ പോയ ഉടനെ തന്നെ നമ്മുടെ ഹിക്കപ്പ് വീടിന്റെ പിറകിലൂടെ കാട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. കാരണം അവനെ ഇത് ആ ഒരു ആയുധം വെച്ച് ആ ഒരു ഡ്രാഗൺ അവൻ വീഴ്ത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു ഡ്രാഗണെ പിടിക്കണം. ഇതേ സമയത്ത് തന്നെ വൈക്കിങ്സുകളും അതുപോലെ തന്നെ അവരുടെ രാജാവും കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഇപ്പൊ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. രാജാവിന്റെ ടേബിളിന്റെ മുന്നിലായിട്ട് വലിയൊരു മാപ്പ് ഉണ്ട്. അപ്പൊ ആ മാപ്പിലേക്ക് കുറച്ചേരം നോക്കിയിട്ട് ഇപ്പൊ രാജാവ് പറയാണ്, നമ്മളിങ്ങനെ ഡ്രാഗൺസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരെ പ്രതിരോധിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവരെ ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ മടയിൽ പോയി ആക്രമിക്കണം. എന്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതാ ഈ കാണുന്ന മലയിടുക്കുണ്ടല്ലോ, അവിടെയാണ് ഈ ഡ്രാഗൺസ് ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം, അവറ്റകളെ അറ്റാക്ക് ചെയ്യണം. ഇപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾ പറയുന്നത് അത് നടക്കുന്ന കാര്യമാണോ? ആദ്യം ഡ്രാഗൺസ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയും ഡ്രാഗൺസിന്റെ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് അവരെ തോപ്പിക്കാൻ കഴിയുമോ? ഈ നേരത്തൊന്ന് ചിരിച്ചുകൊണ്ട് രാജാവ് പറയാണ്, എടോ നമ്മളൊക്കെ ആരാണ്? വൈക്കിങ്സ് ആണ്. തോൽവി എന്നത് നമ്മുടെ നിഘണ്ടുവിലില്ല. ഇതേ നേരം തന്നെ ഇവരുടെ കൂട്ടത്തിൽ ഒരു സ്വാമി പെണ്ണുണ്ട്. ചില എല്ലും കഷ്ണങ്ങൾ അവിടെ ഇട്ടുകൊണ്ട് ഭാവി പ്രവചിക്കുകയാണ് ആ ഒരു സ്വാമി പെണ്ണ്. അതായത് ഇവർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് എന്തായാലും വിജയം കിട്ടുമെന്നാണ് ആ ഒരു സ്വാമി പറയുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ ഹിക്കപ്പ് ആണെങ്കിൽ കാട്ടിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവസാനം അവൻ വീഴ്ത്തിയ ആ ഒരു ഡ്രാഗണെ അവൻ കണ്ടുപിടിക്കുകയാണ്. അത് ആ ഒരു വലയിൽ കുരുങ്ങി അവിടെ തന്നെ വീണ് കിടക്കുകയാണ്. അതിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിന്റെ അടുത്തേക്ക് പോകാനായിട്ട് അവനൊരു പേടി പോലെ, അതുകൊണ്ട് മറിഞ്ഞിരുന്ന് നോക്കുകയാണ്. മാത്രമല്ല കയ്യിൽ കത്തി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതിന്റെ കഴുത്തിൽ കുത്തി കൊല്ലാൻ തന്നെ അവന് വിചാരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കത്തിയെടുത്ത് ആ ഒരു ഡ്രാഗന്റെ അടുത്തേക്ക് എത്തി അതിന്റെ കഴുത്തിലേക്ക് കത്തി കയറ്റാൻ നോക്കുന്ന സമയത്ത് എന്തോ അവനത് പറ്റുന്നില്ല. കാരണം ആ ഒരു ഡ്രാഗന്റെ കണ്ണുണ്ടല്ലോ, അത് എന്തോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുകയാണ്, പാവം തോന്നുകയാണ് അവന്. അതുകൊണ്ട് തന്നെ അവന് കൊല്ലാൻ തോന്നുന്നില്ല. അവിടുന്ന് തിരിച്ചു വരികയാണ്. പക്ഷെ എന്നാലും അതങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുകയല്ലേ. രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ട് എന്ന് കരുതിയിട്ട് അവൻ ആ കത്തി ഉപയോഗിച്ച് ആ വല മുറിച്ച് കളയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രാഗൺ അതിന്റെ രണ്ട് ചിറകും വിടർത്തുകയാണ്. അതിന് ആ ഒരു ഫ്രീഡം കിട്ടിയല്ലോ. പിന്നീട് നമ്മുടെ ഹിക്കപ്പിന്റെ നേരെ വന്നിട്ട് ഒരു അലർച്ചയാണ് കേട്ടോ. ശരിക്കും അവൻ പേടിച്ചു പോയി. കാണിച്ചത് അബദ്ധമാണോ എന്ന് അവന് തോന്നിപ്പോവാണ്. എന്നാൽ അവനൊന്നും ചെയ്യാതെ ആ ഒരു ഡ്രാഗൺ അവിടുന്ന് പോവുകയാണ് കേട്ടോ. എന്നാൽ ആ ഡ്രാഗണ് പറക്കാനൊന്നും കഴിയുന്നില്ല. മരത്തിൽ തട്ടി തട്ടി എങ്ങനെയൊക്കെയോ ആണ് പറക്കുന്നത്. ആ വീഴ്ചയിൽ അതിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിക്കപ്പിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഡ്രാഗൺസ് ഒന്നും അത്ര ദുഷ്ടന്മാരല്ല. പിന്നീട് ആ ഒരു കാട്ടിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നിട്ട് ഹിക്കപ്പ് അവന്റെ അച്ഛനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ അവനോട് പറയുന്നത്, നീ എന്താ മോൻ ഈ പറയുന്നേ? ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രാഗൺസിനെ അടിയോടെ ഇല്ലാതാക്കാൻ പോവാൻ നിൽക്കുകയാണ്, ഒരു വേട്ടയ്ക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു കാര്യം നീ പറയുന്നത്, ഡ്രാഗൺസ് എല്ലാം പാവമാണെന്ന്. അതുപോലെ തന്നെ ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ നീ ഒരു വൈക്കിംഗ് വീരനായിട്ടുണ്ടാവണം. നീ എന്തായാലും ഇനി മുതൽ ആയുധം കയ്യിലെടുക്കണം, നിന്റെ പരിശീലനം ആരംഭിക്കണം. അപ്പൊ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടെ നേരെ അവറ്റകളുടെ മടയിലേക്ക് പോവാണ്. പിന്നീട് ആയുധം ഹിക്കപ്പിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് രാജാവ്, അതായത് അവന്റെ അച്ഛൻ, ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഈ ഡ്രാഗൺസിനോട് പോരാടാൻ വേണ്ടി പരിശീലനം നേടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു ചെറിയ ഗ്രൗണ്ടാണ്. അങ്ങോട്ടേക്ക് ആസ്ട്രിഡ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയും ഫിഷ് ലെഗ് എന്ന് പറഞ്ഞ ആ ഒരു തടിച്ച പയ്യനും അതുപോലെ തന്നെ 2-3 പേരുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് പ്രാക്ടീസ് കുറച്ച് കഠിനമായ രീതിയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ആ കൂട്ടത്തിലേക്ക് നമ്മുടെ ഹിക്കപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹിക്കപ്പിനെ കണ്ടപാടി ഇവരെല്ലാവരും കളിയാക്കാണ്, നീയോ ആയുധം പോലും മര്യാദക്ക് പിടിക്കാറിയാത്ത നീയാണോ ഇവിടെ വന്ന് പരിശീലനം നടത്താൻ പോകുന്നത്? പെട്ടെന്ന് ആ പറഞ്ഞ പയ്യന്റെ തലക്കിട്ട് ഒരു തട്ട് കിട്ടുകയാണ്. തട്ടിയത് മറ്റാരുമല്ല, ഗോബറാണ്. ഗോബറാണ് ഇവരുടെ പരിശീലകൻ. ഇപ്പൊ ഗോബർ പറയാണ്, ഇവിടെ ജനിക്കുന്ന
ഓരോ കുട്ടിയും ടീനേജ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വരണം, പരിശീലനം നേടണം. അതിനി ആരായാലും ശരി. അതുകൊണ്ട് വായ പൂട്ടി കയ്യിൽ ആയുധെടുത്ത് പോരാട്. ഈ പരിശീലനത്തിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ നിങ്ങളൊരു വൈക്കിംഗ് പോരാളി ആവുള്ളൂ. ഡ്രാഗൺസിനെതിരെ നിങ്ങൾക്ക് പോരാടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തുടങ്ങിക്കോ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിൽ തുറക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രാഗൺ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു ഡ്രാഗൺ ആണോ എന്നൊന്നും അറിയില്ല. ഒരു വ്യത്യസ്തമായ ജീവി. ശരീരമെല്ലാം ആനയുടെ വലുപ്പമുണ്ട്, ചിറകാണെങ്കിൽ തേനീച്ചയുടെ ചിറക് പോലെ. ഇത് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതേ നേരത്തെ തന്നെ ഗൂബർ ചോദിക്കുകയാണ്, ഒരു ഡ്രാഗൺ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ആദ്യം എന്താ നമ്മുടെ കയ്യിൽ വേണ്ടത്? ഇത് കേട്ടപാട് തന്നെ മിടുക്കിയായിട്ടുള്ള ആസ്ട്രിഡ് പറയാണ് പടച്ചട്ട. ഇതും പറഞ്ഞ് അവൾ ആദ്യം പോയിട്ട് പടച്ചട്ട എടുക്കുന്നുണ്ട്. അവൾ എടുക്കുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ള എല്ലാ പിള്ളേരും പോയിട്ട് ആ പടച്ചട്ട എടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു ഡ്രാഗണെതിരെ അവൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള ആൺപിള്ളേരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുത്തനും ധൈര്യമില്ല, ഒരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ചും നമ്മുടെ ഹിക്കപ്പ് ആദ്യമായിട്ടല്ലേ അവൻ ആയുധം പിടിക്കുന്നത്. ഇപ്പൊ ഒരു ചുമരിന്റെ പിറകിൽ അവൻ മറിഞ്ഞിരിക്കുന്ന സമയത്ത് അവന് നേരെ ഈ ഒരു ജീവി വരികയാണ്. ഈ സമയത്തെല്ലാം ഗൂബർ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ഈ ജീവിക്ക് ശബ്ദം ഒട്ടും പറ്റില്ല. അപ്പൊ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ മാറും, അപ്പൊ രക്ഷപ്പെടാന്ന്. എന്നാൽ ഈ ചെറുക്കനുണ്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അവസാനം അവൻ നിലത്ത് വീഴുകയാണ്. അവന്റെ അടുത്തേക്ക് വന്ന് ഈ ജീവിയാണെങ്കിൽ അവന്റെ ദേഹത്തേക്ക് തീ തുപ്പി അവനെ കൊല്ലാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഗൂബർ വന്ന് അതിന്റെ ആ ഒരു മൂക്കിൽ പിടിച്ചുകൊണ്ട് വലിച്ച് എവിടുന്നാണ് ആ ഒരു ജീവി പുറത്തേക്ക് വന്ന് അതിന്റെ ഉള്ളിലേക്ക് തന്നെ ആക്കുകയാണ്. എന്തായാലും ഇന്നത്തെ പരിശീലനം കഴിഞ്ഞു, എല്ലാവരും തിരിച്ചു പോയിക്കോന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ഹിക്കപ്പ് വീട്ടിലേക്ക് പോവാതെ നേരെ കാട്ടിലേക്കാണ് പോകുന്നത്. അതായത് അവൻ എഴുതിട്ട് ആ ഒരു ഡ്രാഗൺ അപ്പൊ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ കാട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഡ്രാഗൺ ശരിക്കും ആ കാട് വിട്ട് പോയിട്ടില്ല. അതിന് മര്യാദക്ക് പറക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത് വലിയൊരു കുഴിയിലേക്ക് വീണിട്ട് അതിന് പറക്കാൻ കഴിയാതെ അതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മേലേക്ക് വരാനായിട്ട്. ഇപ്പൊ ആ ഒരു ഡ്രാഗൺ കാണാതെ മുകളിൽ ഇരുന്നുകൊണ്ട് ഹിക്കപ്പ് അതിന്റെ ആ ഒരു ചിത്രം വരയ്ക്കാണ്. ആ സമയത്താണ് അവനൊരു കാര്യം കാണുന്നത്. ഇതിന്റെ വാലിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചിറകൂടുണ്ട്. ആ ചിറകിന് എന്തോ ഒരു പരിക്ക് പറ്റി, അതുകൊണ്ടാണ് ഇതിന് പറക്കാൻ കഴിയാത്തത്. മാത്രമല്ല അതിന് വിശക്കുന്നുകൊണ്ട് ആ താഴെ തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു, അതൊന്ന് മീനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഈ നേരത്തെ ഒരു ശബ്ദം ഉണ്ടാക്കാതെ ഹിക്കപ്പ് അതിന്റെ ആ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു ഡ്രാഗൺ അവനെ കാണുകയാണ്. കണ്ടപാട് തന്നെ അത് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ആ ഒച്ച കേട്ട് പേടിച്ച് ഹിക്കപ്പ് അവിടുന്ന് ഓട്ടുകയാണ്. എന്തായാലും രാത്രിയായി. ഇപ്പോൾ ട്രെയിനിങ് എടുക്കുന്ന പിള്ളേരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഗോബറിന്റെ ആ സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ബാക്കിയുള്ള പിള്ളേരുടെ കൂടെ ഇരിക്കാതെ ഹിക്കപ്പ് മാറിയിരിക്കുകയാണ്. കാരണം അവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു മടി കാരണം. അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോബർ വലിയൊരു പുസ്തകം കൊണ്ടുവന്നിട്ട് ആ ഒരു ടേബിളിൽ വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, ദാ ഇതിൽ ഇങ്ങോട്ടേക്ക് വന്ന എല്ലാ ഡ്രാഗൺസിന്റെയും എല്ലാ വിവരങ്ങളും ഉണ്ട്. അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അങ്ങനെ എല്ലാം ഈ ബുക്കിലുണ്ട്. വായിച്ച് പഠിച്ചോന്ന് പറയാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാ പിള്ളേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. നമ്മുടെ ആസ്ട്രിഡ് ഉണ്ടല്ലോ ആ പെൺകുട്ടി, അവള് മാത്രമേ ആ ഒരു പുസ്തകം നോക്കിയിരിക്കുന്നുള്ളൂ. ഇപ്പൊ നൈസായിട്ട് അവളുടെ അടുത്തേക്ക് ഹിക്കപ്പ് വന്നിട്ട് പറയണം, ഈ പുസ്തകത്തിൽ എല്ലാ ഡ്രാഗൺസിനെയും കുറിച്ച് പറയുന്നുണ്ടോ? ആ സമയത്ത് ആസ്ട്രിഡ് പറയാണ്, ആ ഒരുവിധം എല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ആസ്ട്രിഡിനോട് ഹിക്കപ്പ് പറയാണ്, അല്ല ഈ വരുന്ന ഡ്രാഗൺസ് ഒക്കെ ദുഷ്ടന്മാരാണെന്ന് എന്താ ഉറപ്പ്? അവരിങ്ങോട്ടേക്ക് വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ചുമ്മാ ഒറ്റകളെ ആക്രമിക്കുന്നതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്തൂടെ? ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ആസ്ട്രിഡ് പറയണം, എന്താണ് നിനക്ക് പേടിയാണോ? നീ ഇവിടുത്തെ വൈക്കിംഗ് രാജാവിന്റെ മകനല്ലേ? അദ്ദേഹത്തിന്റെ ധീരതയുടെ ഒരു അംശം പോലും നിന്റെ ഉള്ളിലില്ലല്ലോ. നമ്മളൊക്കെ യുദ്ധം പഠിക്കുന്നത് തന്നെ ഈ ഡ്രാഗൺസിനെ ഇല്ലാതാക്കാനായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, ഡ്രാഗൺസിനെ തോപ്പിക്കുകയും ചെയ്യും. ഇതും പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ്. എന്നാൽ ഹിക്കപ്പ് അതിനുശേഷം ആ ഒരു പുസ്തകം നന്നായിട്ട് വായിക്കുകയാണ്. അവൻ കണ്ട ആ ഒരു ഡ്രാഗൺ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഈ ഒരു പുസ്തകത്തിൽ ഉണ്ടോ നോക്കുകയാണ്. എന്നാൽ അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതേ സമയത്തിന് മറ്റൊരു ഭാഗത്ത്, അതായത് കടലിൽ കാണിക്കുകയാണ്. വൈക്കിംഗ് രാജാവും ബാക്കിയുള്ള വൈക്കിങ്സും കൂടെ ഡ്രാഗൺസിനെ തേടി പോയല്ലോ. 2-3 കപ്പലുണ്ടായിരുന്നു. എന്നാൽ കടലിന്റെ ഒരു പ്രത്യേക ഭാഗത്തെത്തി, ഒരു ദ്വീപിന്റെ ഭാഗത്തെത്തിയപ്പോൾ എവിടുന്നറിയില്ല ആകാശത്തു നിന്നും ഒരുപാട് ഡ്രാഗൺസ് വന്ന് ഇവരുടെ കപ്പലിനെ ആക്രമിക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവരാകെ പേടിച്ചു പോയി. ഇതേ സമയത്ത് തന്നെ ഗൂബർ ബാക്കിയുള്ള പിള്ളേരെ അവിടെ വെച്ച് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശരിക്കുള്ള ഒരു ഡ്രാഗന്റെ കൂട്ടിലേക്കാണ് ഇവരെല്ലാവരും ഇട്ടിരിക്കുന്നത്. ഇവർക്ക് നല്ല ഷീൽഡും ആയുധങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാലും എപ്പോഴത്തെയും പോലെ തന്നെ ആൺപിള്ളേര് ഡ്രാഗനെ കാണുമ്പോൾ പേടിച്ചു കൂടുകയാണ്. ആസ്ട്രിഡ് ആണ് നന്നായിട്ട് ധൈര്യമായിട്ട് അതിനോട് പോരാടുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഹിക്കപ്പും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അവസരം കിട്ടുന്ന സമയത്ത് അവരുടെ ട്രെയിനർ ആയിട്ടുള്ള ഗൂബറോട് ചോദിക്കുന്നുണ്ട്, അല്ല ഒരു കറുത്ത ഡ്രാഗൺ ഉണ്ടല്ലോ നൈറ്റ് ഫ്യൂരി, അതിനെക്കുറിച്ച് ആ ഒരു പുസ്തകത്തിലൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഗൂബർ പറയാണ്, അതിനെ നേരിട്ട് കണ്ട ആരും ഇപ്പൊ ജീവനോടെ ഇല്ല, ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുള്ളൂ. അത്രക്കും ഡേഞ്ചർ ആണ് നൈറ്റ് ഫ്യൂരി എന്ന ആ ഒരു ഡ്രാഗൺ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹിക്കപ്പിന്റെ ശ്രദ്ധ പോയ സമയത്ത് ആ ഒരു ഡ്രാഗൺ വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് അതിനെ തോൽപ്പിച്ച് അതിന്റെ കൂട്ടിൽ തന്നെ അടക്കുന്നത് മറ്റാരുമല്ല, ആസ്ട്രിഡ് തന്നെയാണ്. സോ ഈ ഒരു ട്രെയിനിങ് ടൈമിൽ നല്ല പോയിന്റ് കിട്ടുന്നത് അവൾക്കാണ്. എന്തായാലും ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഹിക്കപ്പ് നേരെ പോകുന്നത് ആ കാട്ടിലേക്കാണ്. ഇപ്പൊ ഡ്രാഗൺ പെട്ടുകിടക്കുന്ന ആ ഒരു കുഴി പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് അവൻ പോകുന്നത് വലിയൊരു മീനിനെയും പിടിച്ചുകൊണ്ടാണ്. അതായത് ആ ഒരു ഡ്രാഗണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഡ്രാഗൺ അവനെ കണ്ടപാട് തന്നെ ഇത് അതിനെ അട്രാക്ട് ചെയ്യാൻ വരികയാണോ എന്ന് പേടിച്ചിട്ട് അവനെതിരെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവനെ അവിടുന്ന് പായിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹിക്കപ്പ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധവും ബാക്കിയുള്ള എല്ലാം താഴെ ഇടുകയാണ്. എന്നിട്ട് ആ ഒരു മീന് ആ ഒരു ഡ്രാഗന്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡ്രാഗൺ വേഗം തന്നെ അത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കഷ്ണം മീൻ എടുത്ത് അവന്റെ മുന്നിലിട്ട് ആ കഴിച്ചോ കഴിച്ചോ കൈക്ക് എന്ന് പറയാണ്. അതായത് ഡ്രാഗൺ നിർബന്ധിച്ചതുകൊണ്ട് അവൻ ഒരു കഷ്ണം തിന്നേണ്ടി വന്നു. എന്നാൽ പച്ച മീനല്ലേ, തിന്നാൻ പറ്റുന്നില്ല. അവൻ തുപ്പാൻ നോക്കുമ്പോൾ തുപ്പാൻ
തുപ്പാൻ പാടില്ല, തിന്ന് അങ്ങനെ ആക്കുന്ന ഡ്രാഗൺ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ഹിക്കപ്പ് ആ പച്ച ഇറച്ചി തിന്നുകയാണ്. ഇതിനുശേഷം ആ ഡ്രാഗന്റെ തലയിൽ പതിയെ ഒന്ന് തൊടാൻ പോയപ്പോൾ ഡ്രാഗൺ പെട്ടെന്ന് തിരിയാണ്, ഒന്നിച്ചിരി ദേഷ്യപ്പെട്ടതുപോലെ. മാത്രമല്ല അതിന്റെ വായിൽ നിന്നും തീ തുപ്പി തീന്റെ ഒരു വട്ടുണ്ടാക്കിയിട്ട് അതിന്റെ നടുവിൽ പോയിരിക്കുകയാണ്. നീ എന്റെ അടുത്തേക്ക് വരണ്ട എന്ന ഭാവത്തിൽ. പിന്നെയും അത് പുറത്തേക്ക് വന്നപ്പോൾ ഒന്നുകൂടെ അതിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഹിക്കപ്പ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും ആ ഒരു ഡ്രാഗനെ അടുക്കുന്നില്ല. ഒരു സ്ഥലത്ത് പോയിട്ട് വവ്വാലിനെ പോലെ തൂങ്ങിക്കെടുക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ നമ്മുടെ ഹിക്കപ്പ് ചെറിയൊരു കമ്പങ്കഷൻ എടുത്ത് നിലത്ത് എന്തോ വരക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഡ്രാഗൺ പതിയെ വന്ന് നോക്കുകയാണ്, ഇവൻ എന്തേ വരക്കുന്നതെന്ന്. വന്ന് നോക്കിയപ്പോൾ ആ ഡ്രാഗന്റെ ചിത്രം തന്നെയാണ് കമ്പ് കൊണ്ട് അവൻ വരയ്ക്കുന്നത്. ഇപ്പൊ ഡ്രാഗൺ പറയാണ്, ആഹാ നിനക്ക് മാത്രമല്ല എനിക്കും വരക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് വലിയൊരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ ചുറ്റും എന്തൊക്കെയോ വരക്കുന്നുണ്ട്. ഈ പിള്ളേര് കുത്തി വരക്കില്ലേ അതുപോലെ. ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് നമ്മുടെ ഹിക്കപ്പ്. മാത്രമല്ല അവൻ പതിയെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ഈ ഡ്രാഗൺ വരച്ച ആ ഒരു ചിത്രം ഉണ്ടല്ലോ അതിലറിയാതെ ചവിട്ടി പോവാണ്. അപ്പൊ തന്നെ ഡ്രാഗന്റെ സൗണ്ട് മാറി കേട്ടോ, രണ്ട് വരുന്നുണ്ട്. അവൻ വേഗം തന്നെ അതൊന്ന് കാലെടുത്ത് സേഫ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല അതിന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചെന്ന് അതിന്റെ തലയിൽ ഒന്ന് തൊടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണയും ഡ്രാഗൺ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഹിക്കപ്പ് എന്താക്കി അവന്റെ മുഖം ഒന്ന് തിരിച്ചു പിടിക്കുകയാണ്, എന്നിട്ട് കൈ അങ്ങനെ വെക്കുന്നുണ്ട്. ആ സമയത്ത് ഡ്രാഗൺ അതിന്റെ തല വന്നിട്ട് അവന്റെ കയ്യിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പറ്റുകയാണെങ്കിൽ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ ഈ പിള്ളേരുടെ എല്ലാവരുടെയും ട്രെയിനർ ഉണ്ടല്ലോ ഗോബർ, അദ്ദേഹം അദ്ദേഹത്തിന്റെ പിള്ളേരെല്ലാം വിളിച്ച് അദ്ദേഹത്തിന്റെ കൈക്ക് എങ്ങനെ കാലിന് എങ്ങനെ പരിക്ക് പറ്റി എന്നുള്ള ആ ഒരു കഥയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ ചോദിക്കുകയാണ്, മാഷയെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഉപദ്രവിച്ച ആ ഒരു ഡ്രാഗണെ ഞാൻ കണ്ടുപിടിക്കും, അതിന്റെ കാലും കൈയും ഞാൻ വെട്ടെന്ന് പറയാണ്. എന്നാൽ ഈ സമയത്ത് ഗോബർ പറയുന്നത്, നിങ്ങൾ ഒരു ഡ്രാഗണെ കൈ കിട്ടി അതിന്റെ കാലോ കൈയോ അല്ല വെട്ടേണ്ടത്, അതിന്റെ വാലിന്റെ തുമ്പത്ത് അതിന്റെ ആ ഒരു ചിറകുണ്ടല്ലോ അതിലാണ് പരിക്കേൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ പ്രധാന ചെറുകളിലും ഇതിൽ രണ്ടിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അതിനൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡ്രാഗൺസ് ചത്തോളും. ഇത് കേട്ട സമയത്ത് ഹിക്കപ്പ് ആകെ പേടിച്ചു പോവാണ്. കാരണം അവൻ നോക്കുന്ന ആ ഒരു ഡ്രാഗൺ ഉണ്ടല്ലോ അതിന്റെ വാലിൽ തന്നെയാണ് പരിക്കായിരിക്കുന്നത്. വാലിന്റെ രണ്ട് ഭാഗത്തുണ്ടായിരുന്ന ചിറകിൽ ഒരെണ്ണം മറ്റു പോയിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കണ്ടേ. ഇവൻ നേരെ ഇവന്റെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ആലയിൽ ചെല്ലുകയാണ്. പിന്നീട് ഇരുമ്പ് കമ്പി അതുപോലെ തന്നെ തൊലി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവനൊരു താൽക്കാലിക ചിറക് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് നേരെ ആ ഡ്രാഗണെ കാണാൻ ചെല്ലുകയാണ്. വന്നപാട് തന്നെ അവൻ കൊണ്ടുവന്ന ആ ഒരു കൊട്ടയിൽ നിന്നും ഒരുപാട് മീനുകൾ താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ഡ്രാഗൺ ഇപ്പൊ മീൻ കഴിക്കാനും തുടങ്ങി. മാത്രമല്ല ഈ ഡ്രാഗണ് ചെറിയ പിള്ളേരെ പോലെയാണ്, ഫുള്ളായിട്ട് പല്ലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രാഗണെ ഇവൻ വിളിക്കുന്നത് ടൂത്ത്ലെസ് എന്നാണ്, പല്ലില്ലാത്ത ഡ്രാഗൺ എന്ന്. അങ്ങനെ ഈ ഡ്രാഗൺ അവൻ കൊണ്ടുവന്ന ആ ഒരു ഫിഷ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രത്യേക ഫിഷ് ഉണ്ട്, അതിന്റെ പേര് ഹീൽ ഫിഷ് എന്നാണ്. അതിനെ കണ്ട് ഈ ഡ്രാഗൺ പെട്ടെന്ന് പേടിച്ച് പിന്നിലേക്ക് പോവാണ്. അപ്പൊ ഹിക്കപ്പ് ചോദിക്കുന്നുണ്ട്, എന്തേ നിനക്ക് ഈ ഒരു മീനിനെ പേടിയാണോ? എനിക്കും ഇഷ്ടമല്ല ഇതിനെ. കുഴപ്പമില്ല, നീ അത് കഴിക്കേണ്ട, ബാക്കിയുള്ളത് കഴിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഈ ഡ്രാഗൺ ഈ ഒരു ഫിഷ് കഴിക്കുന്ന സമയത്ത് ഹിക്കപ്പ് നൈസായിട്ട് അതിന്റെ പിറകിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ആ ഒരു ചിറകുണ്ടല്ലോ അത് അതിന്റെ വാലിൽ ചെറുതായിട്ട് ഫിറ്റ് ചെയ്യാണ്. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ ഡ്രാഗൺ പെട്ടെന്നൊന്ന് പേടിച്ചു പോവാണ്. അതൊരേറ്റ പറക്കലാണ്. നമ്മുടെ ഹിക്കപ്പ് ആണെങ്കിൽ അതിന്റെ വാലിൽ തൂങ്ങി നിൽക്കുകയാണ്. എടാ നിർത്തടാ എന്ന് പറഞ്ഞിട്ട് അവൻ അലറി കൂവാൻ തുടങ്ങി. ഡ്രാഗൺ ആണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിലേക്ക് ഇടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഹിക്കപ്പ് പെട്ടെന്ന് അവൻ കെട്ടിവെച്ച ആ ഒരു ചിറക് അത് നിവർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗണ് നന്നായിട്ട് പറക്കാൻ കഴിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഡ്രാഗൺ പറക്കുമ്പോൾ നമ്മുടെ ഹിക്കപ്പ് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. സക്സസ് ഞാൻ കണ്ടുപിടിച്ചത് വലിയൊരു വിജയമായി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ ഈ ഡ്രാഗൺ അവനെ കുടഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. പിന്നീട് കുറച്ചു നേരം ഒറ്റയ്ക്ക് ആ ഡ്രാഗൺ ഒന്ന് പറക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിന് പറക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ വാലിൽ നിന്ന് ഹിക്കപ്പ് അത് നിവർത്തുമ്പോൾ മാത്രമേ അതിന് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഒരു വെള്ളത്തിലേക്ക് വീഴുകയാണ്. എന്തായാലും കുറെ നേരം കഴിഞ്ഞപ്പോൾ ഹിക്കപ്പ് വീണ്ടും അവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. മാത്രമല്ല മറ്റൊരു ട്രെയിനിങ് ദിവസം കാണിക്കുകയാണ് കേട്ടോ. അതായത് ഓരോ പിള്ളേർക്കും ഓരോ ദിവസം ഓരോ ഡ്രാഗൺ ഇട്ട് കൊടുക്കും. അതിനോട് പോരാടി അവർ ജയിക്കുകയും വേണം. മാത്രമല്ല ഇന്ന് അവർക്കായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് തലയുള്ള ഒരു ഭീകര ഡ്രാഗണെയാണ്. അതിന്റെ ഒരു വായിൽ കൂടെ നന്നായിട്ട് പുകയും തുപ്പും, അതുപോലെ തന്നെ മറ്റേ വായിലൂടെ തീയും തുപ്പും. അപ്പൊ തീ തുപ്പുന്ന സമയത്ത് അതിന്റെ വായിലേക്ക് ഈ വെള്ളം ഒഴിച്ച് അത് കെടുത്തി അതിന്റെ കൂട്ടിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുന്ന ആളാണ് ഈ ഒരു പരിശീലനത്തിൽ വിജയിക്കുക. അങ്ങനെ ഡ്രാഗൺ പുറത്തു വന്നു. കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഭീകരനാണ്. അതിന്റെ ഒരു വായിലൂടെ ഭയങ്കരമായിട്ടുള്ള പുക തുപ്പുന്നുണ്ട്, മറ്റേതിലൂടെ തീയും തുപ്പുന്നുണ്ട്. ഇപ്പൊ ആ കൂട്ടത്തിലെ തടിച്ച പയ്യനുണ്ടല്ലോ ഫിഷ് ലെഗ് എന്ന് അവന്റെ പേര്. അപ്പൊ ഇവൻ ചെന്നിട്ട് തീയുള്ള വായിലേക്ക് വെള്ളം ഒഴിച്ച് അത് കെടുത്താൻ നോക്കുമ്പോൾ വെള്ളം പോയത് പുക വരുന്ന വായിലേക്കാണ്. അതിനാകെ ദേഷ്യം വരികയാണ്, ഭയങ്കരമായിട്ട് വയലന്റ് ആയി. ഈ നേരത്തുണ്ടല്ലോ നമ്മുടെ ഹിക്കപ്പ് യാതൊരു കൂസലും ഇല്ലാതെ ഈ ഡ്രാഗന്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. ഡ്രാഗൻ അവനെ കണ്ടപാട് തന്നെ ഒന്ന് പേടിക്കുകയാണ്. പിന്നീട് പതിയെ പിറകോട്ട് നടന്ന് അത് ആ കൂട്ടിന്റെ ഉള്ളിൽ കയറി പോവാണ്. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അതായത് നമ്മുടെ ഹിക്കപ്പ് എന്താ ചെയ്തതെന്നറിയോ, അവന്റെ ജാക്കറ്റിന്റെ ഉള്ളിലായിട്ട് ഈ ഡ്രാഗണ് പേടിയുള്ള ഹീൽ ഫിഷ് ഉണ്ടല്ലോ അതിനെ വെച്ചായിരുന്നു. അതിനെ കണ്ടിട്ടാണ് ഡ്രാഗൺ തിരിഞ്ഞു പോയി കൂട്ട് കയറിയത്. എന്തായാലും ഈ ഒരു പരിശീലനത്തിൽ അവൻ ജയിച്ചത് കൊണ്ട് തന്നെ അവന് നല്ലൊരു പോയിന്റ് കിട്ടുകയാണ്. അങ്ങനെ പരിശീലനം എല്ലാം കഴിഞ്ഞു അവൻ വീണ്ടും ആ ഒരു കറുത്ത ഡ്രാഗനെ കാണാനായിട്ട് കാട്ടിലേക്ക് പോവാണ്. എന്നാൽ ഇത്തവണ ഹിക്കപ്പ് വന്ന സമയത്ത് ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഡ്രാഗന്റെ പുറത്തിരിക്കാൻ പാകത്തിന് ഒരു സീറ്റ്. അങ്ങനെ അതിന്റെ പുറത്ത് ആ ഒരു സീറ്റ് വെച്ച് കിട്ടുകയാണ്. മാത്രമല്ല വാലിന്റെ ഭാഗത്തുള്ള ആ
ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിറകുണ്ടല്ലോ അത് നിവർത്താനായിട്ട് ചെറിയൊരു കയറും അവന്റെ കാലിൽ കെട്ടുന്നുണ്ട്. എന്നിട്ട് പതിയെ പതിയെ മുകളിലേക്ക് പറക്കാണ്. പക്ഷേ ഈ ഡ്രാഗൺ പറക്കുന്ന സമയത്ത് അത് ചെരിഞ്ഞും തലകുത്തിയെല്ലാം പറക്കുമല്ലോ. ആ സമയത്ത് ഹിക്കപ്പ് അവന്റെ ആ ഒരു ചെയറിൽ നിന്നും നേരെ വെള്ളത്തിലേക്ക് വീഴാണ്. സോ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അടുത്ത തവണ അവൻ വന്നപ്പോൾ അവന്റെ ബോഡിയും അതുപോലെ തന്നെ അവനിരിക്കുന്ന ഒരു ചെയറും തമ്മിൽ കൂട്ടി കണക്ഷൻ ചെയ്യുന്ന ഒരു ബെൽറ്റ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇട്ടുകൊണ്ട് ഇത്തവണ വലിയ കുഴപ്പമില്ലാതെ അതിന്റെ പുറത്ത് കയറി പറക്കുകയാണ്. പക്ഷേ ചെറുതായിട്ട് ഒന്ന് കൺട്രോൾ അപ്പോഴും പോവാണ്. അപ്പൊ ഇവര് നേരെ ഒരു മലമുകളിൽ വന്ന് വീഴുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരുപാട് അപ്പൂപ്പൻ താടി ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ മുകളിലേക്ക് പൊന്തിയപ്പോൾ ഈ ഡ്രാഗണ് അത് ശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് അതിനൊരു അലർജി ഫീൽ ചെയ്യാണ്. അവിടെ നിന്നും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ഈ ഡ്രാഗൺ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഹിക്കപ്പിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇതുപോലുള്ള അപ്പൂപ്പൻ താടികൾ ഇവറ്റകൾക്ക് ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പരിശീലന സമയത്ത് അവൻ ഈ ട്രിക്ക് ഉപയോഗിക്കുകയാണ്. അതായത് ഡ്രാഗൺ അടുത്തേക്ക് വന്നപ്പോൾ ഈ അപ്പൂപ്പൻ താടി കുറച്ച് കയ്യിൽ വെച്ചായിരുന്നു. ഇത് അതിന്റെ മുഖത്തേക്ക് ഊതാണ്. പെട്ടെന്ന് തന്നെ അത് തിരിച്ചു ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പരീക്ഷയിലും അവൻ തന്നെ ജയിക്കുകയാണ്. വീണ്ടും അവന് പോയിന്റ് കൂടുതൽ കിട്ടുകയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ പിള്ളേരും വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് വിദ്യയുടെ കാണിച്ചത്? എന്തോ ഒരു ട്രിക്ക് നിന്റെ കയ്യിലുണ്ട്, മര്യാദക്ക് പറഞ്ഞു വന്ന്. എന്നാൽ ഒന്നും മിണ്ടാതെ ഹിക്കപ്പ് വേഗം അവിടുന്ന് പോവാണ് കേട്ടോ. നേരെ പോകുന്നത് ആ ഡ്രാഗന്റെ അടുത്തേക്കാണ്. എപ്പോഴത്തെയും പോലെ തന്നെ അതിന്റെ കൂടെ അങ്ങനെ കളിച്ച് നടക്കുകയാണ്. അതിനിടയിൽ അറിയാതെ അതിന്റെ താടിയിൽ ഒന്ന് തൊടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഡ്രാഗൺ തല ചാരി അങ്ങനെ വെക്കുകയാണ്. അവനിപ്പോ എന്തായി താടിയിൽ ഒന്നുകൂടെ ഒന്ന് തടവി കൊടുക്കുകയാണ്. ഭയങ്കര സുഖത്തില് അതങ്ങനെ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. സോ ഇതുകൂടെ അതിന്റെ വീക്ക്നെസ് ആണ് നമ്മുടെ ഹിക്കപ്പിന് മനസ്സിലായി. അപ്പൊ അടുത്ത മത്സരത്തിൽ ഈ ട്രിക്ക് ഉപയോഗിക്കാന്ന് അവൻ തീരുമാനിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ അത്യാവശ്യം ശക്തനായിട്ടുള്ള കണ്ടാൽ പേടിയാകുന്ന മറ്റൊരു ഡ്രാഗൺ തന്നെയാണ്. അങ്ങനെ ആ ഒരു പരിശീലനത്തിനിടയിൽ മത്സരത്തിനിടയിൽ എല്ലാവരും പേടിച്ച് കയറി പോയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കളത്തിൽ നമ്മുടെ ഹിക്കപ്പും അതുപോലെ തന്നെ ആസ്ട്രഡും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹിക്കപ്പ് അതിന് നേരിട്ട് പോയി തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു മരത്തിന്റെ പിറകിൽ അങ്ങനെ വിളിച്ചിരിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ ആസ്ട്രഡ് വലിയൊരു കോടാലി എടുത്ത് അതിനങ്ങനെ വെട്ടാൻ വരുമ്പോൾ പെട്ടെന്ന് ഹിക്കപ്പ് എന്താക്കി ഈ ഒരു ഡ്രാഗന്റെ താടിയലിൽ പിടിക്കുകയാണ്, ഒന്ന് തടവുകയാണ്. അപ്പൊ തന്നെ ഡ്രാഗൺ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ മത്സരത്തിലും അവൻ തന്നെ ജയിക്കുകയാണ്. വീണ്ടും പോയിന്റ് കിട്ടുകയാണ്. ഇതിനുശേഷം എന്നത്തെയും പോലെ തന്നെ ആ കറുത്ത ഡ്രാഗന്റെ അടുത്തേക്ക് പോണ്. അവൻ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് കണ്ണാടിയിലെ വെളിച്ചം നിലത്തടിച്ച് ഒരു പ്രത്യേക റിഫ്ലക്ഷൻ, ഒരു റൗണ്ട് ലൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ലൈറ്റ് വെച്ച് ഈ കറുത്ത ഡ്രാഗനെ കൺട്രോൾ ചെയ്യാണ്. ഈ വിദ്യ അടുത്ത മത്സരത്തിൽ അവൻ ഉപയോഗിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ ഭീകരനായ വലിയൊരു ഡ്രാഗണൊന്നുമല്ല, ഒരു പൂച്ചയുടെ അത്ര വലുപ്പമുള്ള ചെറിയ ഡ്രാഗണാണ്. പക്ഷേ വലുപ്പത്തിൽ മാത്രമേ ചെറുതുള്ളൂ കേട്ടാ. ആളൊരുമാതിരി ഒരു എന്താ പറയാ പിടിച്ചാ കിട്ടാത്ത സാധനമാണ്. അതിനെ കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ആർക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഹിക്കപ്പ് പടച്ചട്ടയിൽ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അത് വെച്ച് നിലത്ത് ആ സൂര്യന്റെ ഒരു വെളിച്ചം ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ഈ ചെറിയ ഡ്രാഗണെ കൺട്രോൾ ചെയ്ത് നേരെ അതിനെ കൂട്ടിലേക്ക് കൊണ്ടുപോയിടുകയാണ്. വീണ്ടും ഈ മത്സരത്തിൽ അവൻ തന്നെ ജയിച്ചു. നന്നായിട്ട് പോയിന്റ് കയറുകയാണ്. ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ മത്സരം കഴിഞ്ഞപ്പോൾ എന്നത്തെയും പോലെ തന്നെ വീണ്ടും പോവാണ് അവന്റെ ആ ഒരു ഡ്രാഗന്റെ അടുത്തേക്ക്. ഇത്തവണ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ഒരു ഡ്രാഗനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഈ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പെഡലെല്ലാം അതിന്റെ ആ ഒരു കഴുത്തിന്റെ ഭാഗത്ത് അവൻ ഫിറ്റ് ചെയ്യാണ്. പിന്നീട് അതിന്റെ കഴുത്തിൽ വലിയൊരു കയറും കെട്ടി അതൊരു കല്ലിന്റെ പുറത്ത് കെട്ടിയിട്ട് അത് വേഗം പറന്നു പോകാത്ത രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ഈ ഡ്രാഗൺസിന്റെ സ്ഥലം കണ്ടുപിടിച്ച് അതിനെ കൊല്ലാൻ പോയ രാജാവും കൂട്ടരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. അവർക്ക് അവരുടെ ബോട്ടും നഷ്ടമായി, അതുപോലെ തന്നെ ആ സ്ഥലവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ രാജാവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, എന്റെ പൊന്നു രാജാവേ, നിങ്ങളുടെ മോനെ സമ്മതിക്കണം കേട്ടോ. കോടാലിയും കത്തിയും വാളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കീഴ്പ്പെടുത്തിയിരുന്ന ഡ്രാഗണെ അവൻ വെറും കൈ കൊണ്ടാ കീഴ്പ്പെടുത്തുന്നത്. ഇവിടെ നടന്ന എല്ലാ മത്സരത്തിലും അവൻ തന്നെയാണ് വിജയിക്കുന്നത്. നാട്ടിലിപ്പോ എല്ലാവരും അവന്റെ കാര്യം തന്നെയാ പറയുന്നത്. ഇത് കേട്ട് രാജാവാകെ ഞെട്ടിപ്പോയി. ഇവർ ഈ പറയുന്നത് എന്റെ മോൻ ഹിക്കപ്പിനെ കുറിച്ച് തന്നെയാണോ? ഇതിനുശേഷം വീണ്ടും നമ്മുടെ ഹിക്കപ്പിനെ കാണിക്കുകയാണ്. അതായത് ആ ഒരു ഡ്രാഗണെ അത്യാവശ്യം നല്ല രീതിയിൽ അവൻ ട്രെയിൻ ചെയ്തു. ഇപ്പൊ ആ ഒരു കയറെല്ലാം മാറ്റി നേരെ ആകാശത്തിലേക്ക് പറക്കുകയാണ് കേട്ടോ. അതായത് പെഡൽ എങ്ങനെ ചവിട്ടണം, എങ്ങോട്ട് ചവിട്ടിയാൽ എങ്ങോട്ട് തിരിയും, ഇതെല്ലാം ഇവൻ നോട്ട് ചെയ്തു വെച്ചായിരുന്നു. എന്നാൽ ഒരു സമയത്ത് കാറ്റിൽ ആ ഒരു നോട്ട് പറന്നു പോവാണ്. അവൻ ഇങ്ങനെയൊക്കെയോ ചാടിക്കേറി അത് പിടിക്കുന്നുണ്ട്. പിന്നീട് അത് നോക്കി ഈ ഡ്രാഗണെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു എയിം കിട്ടുന്നില്ല. അവൻ എന്താക്കി ആ സാധനം എടുത്ത് കളയാണ്. എന്നിട്ട് അവന്റെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ അവൻ ആ ഒരു ഡ്രാഗണെ കൺട്രോൾ ചെയ്യാണ്. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടായാലും അവൻ മനസ്സിൽ വിചാരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ഡ്രാഗൺ പറക്കാൻ തുടങ്ങുകയാണ്. അതായത് പൂർണ്ണമായിട്ടും ആ ഡ്രാഗണെ അവൻ വരുതിയിലാക്കി. അങ്ങനെ അന്നേ ദിവസം രാത്രി ഇപ്പൊ ഹിക്കപ്പിനെ കാണാനായിട്ട് അവന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്ന പാട് തന്നെ ചോദിക്കാണ്, നീ എന്നോടൊന്നും മറച്ചു വെക്കാൻ നിൽക്കണ്ട, സത്യം പറ, നാട്ടുകാരൊക്കെ പറയുന്നത് ശരി തന്നെയല്ലേ? ആദ്യം ഹിക്കപ്പ് വിചാരിച്ചു അവൻ കാട്ടിൽ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു കറുത്ത ഡ്രാഗണെ കുറിച്ചായിരിക്കും അച്ഛൻ പറയുന്നതെന്ന്. എന്നാൽ അച്ഛൻ പിന്നീട് പറയാണ്, ഈ നടന്ന മത്സരത്തിലേക്ക് നീ തന്നെയാണ് ജയിച്ചത്, സത്യം പറ. എന്തായാലും മോനെ എനിക്ക് സന്തോഷമായി കേട്ടോ. എത്രയോ ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചാണ് എന്റെ മോനെ നല്ലൊരു ധീരനാകാൻ വേണ്ടി. എന്തായാലും അത് നടന്നല്ലോ. ദൈവങ്ങളെ നന്ദിയുണ്ട്, നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിക്കപ്പിന്റെ അച്ഛൻ പറയാണ്, ഞാൻ നിനക്ക് ഇന്നൊരു സമ്മാനം തരാൻ പോകുന്നുണ്ട്. നിന്റെ അമ്മ മരിച്ച സമയത്ത് അവളുടെ പടച്ചാട്ടം ഉപയോഗിച്ച് 2 കിരീടം ഞാൻ ഉണ്ടാക്കി. ഒന്ന് എന്റെ തലയിലുള്ളത്, രണ്ടാമത്തത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ഇത് കയ്യിലുള്ളപ്പോൾ അവൾ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക്. അതേ ധൈര്യം തന്നെ നിനക്കും ഇനി ഉണ്ടാവും. ഇനി അവസാനത്തെ മത്സരം നാളെയല്ലേ, ആ മത്സരത്തിലും എന്റെ മോൻ തന്നെ വിജയിക്കും. അത് നേരിട്ട് കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അവസാനത്തെ മത്സരം അതിന്നാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ മത്സരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആസ്ട്രോയിഡ് വന്നിട്ട് പറയുന്നുണ്ട്, ഹിക്കപ്പെ ഇന്ന് ഉടായ്പൊന്നും കാണിക്കാൻ നിൽക്കണ്ട, കാണിച്ച
വെച്ചാൽ ഞാൻ പൊക്കുന്നു പറയാണ്. അങ്ങനെ മത്സരം തുടങ്ങി. മത്സരം കാണാനായിട്ട് അങ്ങോട്ടേക്ക് രാജാവ്, അതായത് ഹിക്കപ്പിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അങ്ങനെ മത്സരം തുടങ്ങി കേട്ടോ. തുടങ്ങി അധികം നേരമൊന്നും കഴിഞ്ഞില്ല. ഹിക്കപ്പ് വളരെ നിസ്സാരമായിട്ട് തന്നെ ആ ഒരു ഡ്രാഗന്റെ താടിയിൽ തടവി അതിനങ്ങോട്ട് കെടുത്തി കളയാണ്. അങ്ങനെ ആ മത്സരത്തിലും അവൻ ജയിക്കുകയാണ്. അങ്ങനെ മത്സരം എല്ലാം കഴിഞ്ഞല്ലോ, അതിന്റെ വിധി പറയാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും വിചാരിച്ചു നന്നായിട്ട് പോരാടിയത് ആസ്ട്രിഡ് ആണ്, അപ്പൊ അവളായിരിക്കും ഈ മത്സരത്തിലെ ഏറ്റവും ടോപ്പ് വിജയെന്ന്. എന്നാൽ പേര് വിളിച്ച സമയത്ത് നമ്മുടെ ഹിക്കപ്പാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. ഇത്രയും നാൾ അവനെ കളിയാക്കിയ കൂട്ടുകാർ തന്നെ അവനെടുത്ത് പൊക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹിക്കപ്പിന്റെ അച്ഛനും ഇത് കണ്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഹിക്കപ്പ് എന്നത്തെയും പോലെ തന്നെ കാട്ടിലേക്ക് പോവാണ്. എന്നാൽ ആ സമയത്ത് ആസ്ട്രിഡിന് എന്തോ ഒരു സംശയം, ഇവൻ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. അങ്ങനെ ഹിക്കപ്പ് പോയ അതേ സ്ഥലത്തേക്ക് അവനറിയാതെ ആസ്ട്രിഡ് അവനെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ അവസാനം ആ ഡ്രാഗണുള്ള താഴ്വരയിലേക്ക് ഇപ്പൊ അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അവൾ എത്തിയ സമയത്താണ് ഹിക്കപ്പിന് അത് മനസ്സിലാവുന്നത്, ഇവന്റെ പിന്നാലെ ആസ്ട്രിഡ് ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ആ ഒരു കറുത്ത ഡ്രാഗൺ വരുന്നത്. അതിനെ കണ്ട് ആസ്ട്രിഡ് ആകെ പേടിച്ചു പോവാണ്. അതായത് ഇവൻ എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ ഇതുപോലൊരു ഡ്രാഗൺ ഇവിടെ ഉണ്ടാവുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. അതിനെ കണ്ടപാട് തന്നെ കയ്യിലുണ്ടായിരുന്ന കോടാലി ഇപ്പൊ അവൾ എടുക്കുകയാണ്. എന്നാൽ ആയുധം കണ്ടപാട് തന്നെ ആ ഒരു ഡ്രാഗണ് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആസ്ട്രിഡിനോട് ആ ഒരു കോടാലി താഴേക്ക് ഇടാൻ വേണ്ടി ഹിക്കപ്പ് പറയാണ്. അതുപോലെ തന്നെ ഡ്രാഗനോടും പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെടലേ, ഇതെന്റെ കൂട്ടുകാരിയാണ്. സോ ഡ്രാഗൺ ചെറുതായിട്ടൊന്ന് ഒതുങ്ങുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആസ്ട്രിഡിനോട് ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് വന്നിട്ട് അതിന്റെ തലയിൽ കൈവെക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അവളാകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഏയ് ഞാൻ വരുമൊന്നുമില്ല, ഞാൻ പോയി ഈ കാര്യം എല്ലാവരോടും പറയാൻ പോകാന്ന് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു ഓടുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഹിക്കപ്പ് ആ ഒരു ഡ്രാഗന്റെ പുറത്ത് കയറിയിട്ട് ഈ ഓടി രക്ഷപ്പെട്ട ആസ്ട്രിഡ് ഉണ്ടല്ലോ, അവളെയും തൂക്കിയെടുത്ത് ഒരു വലിയ കുന്നുണ്ട്, ആ കുന്നിന്റെ മുകളിൽ കൊണ്ട് ഇടുകയാണ്. അവള് കാലി തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ഹിക്കപ്പ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നീ കേൾക്ക്, അത് കേട്ടതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാം. എന്ന ഒന്നും കേൾക്കാൻ നമ്മുടെ ആസ്ട്രിഡ് തയ്യാറായിരുന്നില്ല. അതിന്റെ പുറത്തേക്ക് കയറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറൂല എന്ന് പറയണം. അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ ഡ്രാഗന്റെ പുറത്തേക്ക് അവൾ കയറുകയാണ്. ഡ്രാഗൻ പിന്നീട് ഒരു പോക്ക് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആസ്ട്രിഡിന്റെ കിളി അങ്ങോട്ട് പാറുകയാണ്. അലറി കൂവി വിളിച്ച് അവൾ അവസാന ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ ഇനി മോശമായിട്ടൊന്നും സംസാരിക്കില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഡ്രാഗൺ ഇപ്പോൾ അവളെ താഴേക്ക് കുറച്ച് പതുക്കെ ഇറക്കുകയാണ്. ഇപ്പൊ അവളുടെ പേടിയെല്ലാം മാറി കേട്ടോ. അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് ആ ഒരു ഡ്രാഗൺ പതിയെ പറക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ആ ഒരു പറക്കൽ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ ആ ഒരു ഡ്രാഗന്റെ പുറത്ത് പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തണുത്ത പ്രദേശങ്ങളിൽ കാണുന്ന ഒരു തരം പ്രതിഭാസം ഉണ്ടല്ലോ, അറോറ അങ്ങനെ എന്തോ ആണ് അതിന് പറയുക. അതായത് ആകാശത്തിൽ കാണുന്ന വർണ്ണശബളമായിട്ടുള്ള ആ ഒരു കളറുകൾ, അതെല്ലാം ഒരുപാട് അടുത്ത് നിന്നുകൊണ്ട് തന്നെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഹിക്കപ്പിനും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു അത്. എന്നാൽ വളരെ കൂളായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഈ ഡ്രാഗൺ ഉണ്ടല്ലോ, ഇപ്പൊ പെട്ടെന്ന് അതിന്റെ ആ ഒരു ദിശ തിരിക്കുകയാണ്. മറ്റെങ്ങോട്ടോ പറന്നു പോവാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഒരു ഡ്രാഗൺ അല്ല, ഒരുപാടധികം ഡ്രാഗണുകൾ, ഇവയെല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പറന്നു പോവാണ്. ആ കൂട്ടത്തിലേക്ക് ഇവരുടെ ഡ്രാഗൺ ചേരുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഇതെല്ലാം പോയി നിൽക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം ഈ ഡ്രാഗൺസ് ഒക്കെ ഉണ്ടല്ലോ, പല ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ മാംസങ്ങൾ, അതായത് ആട്, മാട്, കോഴി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇത് കണ്ട് ഹിക്കപ്പും അതുപോലെ തന്നെ ആസ്ട്രിഡും ഞെട്ടിപ്പോവാണ്. ഇവറ്റുകൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇരയെ തേടി അവസാനം ഇതിൽ കൊണ്ടിടുന്നത്? അങ്ങനെ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ഇവരൊരു കാര്യം കാണുന്നത്. ഈ കണ്ട ഡ്രാഗൺസ് ഒന്നുമല്ല ശരിക്കുള്ള ഡ്രാഗൺ, ഇതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി വലുപ്പമുള്ള മറ്റൊരു ഡ്രാഗൺ, അതായത് മൃഗങ്ങളുടെ ഇടയിലൊക്കെ കാണുന്ന ആൽഫ മെയിൽ എന്നൊരു ടൈപ്പ് സാധനം ഉണ്ടാവുമല്ലോ, അതുപോലൊരു സാധനമാണ് ആ കുഴിയിൽ കിടക്കുന്നത്. അതിന്റെ വിശപ്പ് മാറ്റാനാണ് ഈ ഡ്രാഗൺസ് പല നാട്ടിലും പോയിട്ട് ഇതുപോലെ ആട് മാടുകളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിൽ തന്നെ ഒരു ഡ്രാഗൺ കൊണ്ടുവന്നത് ചെറിയൊരു മീനെയായിരുന്നു. ആ മീനിനെ ഈ വലിയ ഡ്രാഗന്റെ വായിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അതിനത് പോരാതെയായി ദേഷ്യം വന്ന് ആ ഡ്രാഗണെ തന്നെ തിന്നുകളയാണ്. ഇത് കണ്ട് പേടിച്ച എല്ലാ ഡ്രാഗൺസും വീണ്ടും ഇവിടുന്ന് പറന്നു പോവാണ്. അതായത് ഈറ്റിങ്ങളുടെ ആൽഫ എന്ന് പറഞ്ഞാൽ അവരുടെ രാജാവിനുള്ള ഭക്ഷണം തേടി പോവുകയാണ്. പിന്നീട് അവിടുന്ന് നമ്മുടെ ഹിക്കപ്പും അതുപോലെ തന്നെ ആസ്ട്രിഡും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി എന്തിനാണ് ഈ ഡ്രാഗൺസ് ഒക്കെ ഇരകളെ ഇങ്ങനെ തേടി നടക്കുന്നതെന്ന്. അവരുടെ രാജാവ് ആ പെരുവയറിന്റെ വയറ് നിറക്കാൻ വേണ്ടി തന്നെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും നിന്റെ അച്ഛനോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഹിക്കപ്പ് പറയാണ്, വേണ്ട, അത് നാളെ കഴിഞ്ഞതിന് ശേഷം പറയാം. കാരണം നാളെ ഒരു ഡ്രാഗണുമായിട്ട് ഈ ഹിക്കപ്പിന് ഒരു ഫൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം പറയാന്ന് പറയുന്നത്. പിന്നീട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഹിക്കപ്പിന്റെ ദേഹത്തേക്ക് ആസ്ട്രിഡ് ഒന്ന് അടിക്കുകയാണ്. ഇതെന്തിനാ ചോദിച്ചപ്പോൾ ഇത് എന്നെ പേടിപ്പിച്ചേനെ. അതിനുശേഷം അവനൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. അതെന്തിനാ ചോദിച്ചപ്പോൾ അത് പിന്നെ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയാം. ഇതെല്ലാം കണ്ടുകൊണ്ട് ഡ്രാഗൺ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന ഭാവത്തിൽ ഡ്രാഗണും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇന്നാണ് ഹിക്കപ്പ് മറ്റൊരു ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തതുപോലെയുള്ള ചെറിയ ഡ്രാഗൺ അല്ല എന്ന്, അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഡ്രാഗൺ ആണ്. അങ്ങനെ പടച്ചട്ടയെല്ലാം ധരിച്ച് ആയുധം എടുത്തുകൊണ്ട് അവൻ നേരെ ആ ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അധികം വൈകാതെ ആ ഒരു ഡ്രാഗണും വരുന്നുണ്ട് കേട്ടോ. വിചാരിച്ചതുപോലെ തന്നെ
ദേഹം നിറയെ തീയുള്ള ഒരു ഭീകര ഡ്രാഗൺ വന്ന വാർഡ് തന്നെ തീ അങ്ങനെ തുപ്പാൻ തുടങ്ങുകയാണ്. എന്നാൽ അതിനെ ആയുധം വെച്ച് നേരിടാതെ ഹിക്കപ്പ് ചെയ്തെന്താണെന്നറിയോ? ആയുധവും ഹെൽമെറ്റും ഇതെല്ലാം താഴെയിട്ട് പതിയെ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ താടിയിൽ തടവിയിട്ട് അതിനെ വളരെ ശാന്തനാക്കിയിട്ട് അവിടെ ഇരുത്തുകയാണ്. ഇത് കണ്ട സമയത്ത് രാജാവിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഡ്രാഗൺസിനെ കൊല്ലാനായിട്ട് ജനിച്ചവരാണ് ഇവരൊക്കെ. അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളാണ് ഈ രാജാവ്. അപ്പൊ പിന്നെ അതിനോട് ശാന്തമായിട്ട് പെരുമാറുന്ന ഹിക്കപ്പിനെ കണ്ട ദേഷ്യം വരാതിരിക്കുമോ? അപ്പൊ ആ ഒരു ദേഷ്യം കാരണം കയ്യിലുണ്ടായിരുന്ന കോടാലി വെച്ച് കമ്പിയിൽ ഇയാൾ ഒരേറ്റ അടിയാണ്. ആ ഒച്ച കേട്ട് ഡ്രാഗൺ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. പിന്നീട് ശാന്തനായ ഈ ഡ്രാഗൺ തീ അങ്ങോട്ട് നിരത്തി തുപ്പാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഹിക്കപ്പിന് ഒരു ഐഡിയ ഇല്ല. കാരണം ആയുധം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അവൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. ആകെ പേടിച്ച് ആ ഒരു മതിലൂടെ കള്ളിപ്പിടിച്ച് കയറാൻ വേണ്ടി ഹിക്കപ്പ് നോക്കുന്നുണ്ട്. അവന്റെ കരച്ചില് കാട്ടിന്റെ അങ്ങേ അറ്റത്ത് ഉണ്ടായിരുന്ന ആ ഒരു കറുത്ത ഡ്രാഗൺ കേൾക്കുകയാണ്. ഇത് കേട്ട് അപ്പം തന്നെ ഈ ഒരു ഡ്രാഗൺ പായാൻ നോക്കുകയാണ്. പക്ഷെ അതിന്റെ വാലിലെ ആ ഒരു ചിറക് വിടർത്തണമെങ്കിൽ ഹിക്കപ്പ് വേണം. അവനില്ലാത്തത് കൊണ്ട് മര്യാദയ്ക്ക് ഈ ഡ്രാഗണ് പറക്കാൻ കഴിയുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ പറന്ന് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹിക്കപ്പിനെ രക്ഷപ്പെടുത്താനായിട്ട് ആ പോർക്കളത്തിലേക്ക് നമ്മുടെ ആസ്ട്രിഡ് ഇറങ്ങുകയാണ്. എന്നാൽ ആസ്ട്രിഡിനെ കൊണ്ടും ആ ഒരു ഡ്രാഗനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ അവളെ രക്ഷപ്പെടുത്താനായിട്ട് രാജാവ് തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ഗേറ്റ് പൊന്തിച്ച് അവളെ പുറത്തേക്ക് എത്തിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ഡ്രാഗൺ വന്ന് നമ്മുടെ ഹിക്കപ്പിനെ പിടിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മച്ചാൻ പാറി വരുന്നത്. അതെ, ആ കറുത്ത ഡ്രാഗൺ തന്നെ, നൈറ്റ് ഫ്യൂറി. വന്ന വാർഡ് തന്നെ ഒരേറ്റ അലറലാണ്. അതിന്റെ അലർച്ച കേട്ട വാർഡ് തന്നെ ദേഹം മുഴുവൻ തീയിൽ ആ ഒരു ഡ്രാഗൺ പേടിച്ചു പോകുന്നുണ്ട്. പിന്നീട് അവിടെ വെച്ച് ഈ ഡ്രാഗന്റെ കയ്യിൽ നിന്ന് നല്ല പെട മറ്റേ ഡ്രാഗണ് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഡ്രാഗനാകെ പേടിച്ച് ഓടിപ്പോയി കൂട്ടുകയറുകയാണ്. അതായത് കുഞ്ഞു ഡ്രാഗൺസിന്റെ ഇടയിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ നൈറ്റ് ഫ്യൂരി. എന്നാൽ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ഈ നൈറ്റ് ഫ്യൂരിയും ഒരു ഡ്രാഗൺ അല്ലേ. അതുകൊണ്ട് തന്നെ രാജാവും ബാക്കിയുള്ള ആൾക്കാരും കൂടെ ഈ നൈറ്റ് ഫ്യൂരി ആക്രമിക്കാൻ നോക്കുകയാണ്. എല്ലാത്തിനെയും നൈറ്റ് ഫ്യൂരി കൊടഞ്ഞു തെറിപ്പിക്കുകയാണ്. എന്നാൽ അതിന്റെ പുറത്തേക്ക് ചാടി കയറിയ രാജാവ് അതിന്റെ നെഞ്ചത്തേക്ക് ആ ഒരു ആയുധം കുത്തിയിറക്കാൻ നോക്കുമ്പോൾ നൈറ്റ് ഫ്യൂരി എന്ത് ചെയ്തു? രാജാവിനെ തട്ടി തെറിപ്പിക്കുകയാണ്. നേരെ അയാളുടെ അടുത്തേക്ക് വന്ന് അതിന്റെ രണ്ട് കൈകൾ കൊണ്ടും ഈ രാജാവിന്റെ ദേഹം അമർത്തി പിടിച്ച് അയാളുടെ ദേഹത്തേക്ക് തീ തുപ്പാൻ നിൽക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ കേൾക്കാം. എന്നാൽ ആ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഓൾറെഡി വീഡിയോ ഇട്ട് കഴിഞ്ഞു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടാം ഭാഗം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടും താമസിക്കേണ്ട, രണ്ടാം ഭാഗം ഇപ്പൊ തന്നെ പോയി